സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാം യൂണിറ്റ് ആയിട്ടുള്ള അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠഭാഗമാണ്. ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് അനീതി എന്നും അനീതികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അനീതികൾക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ആരെല്ലാമാണെന്നാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായിട്ടുള്ള അഗ്നിച്ചിറകുകൾ അഥവാ വിൻസ് ഓഫ് ഫയറിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂനൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമം അനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിന്നിരയിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിന്നിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളിരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല, ലക്ഷ്മണസ്വാമി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി അത്യന്തമായി പരിവർത്തനപ്പെടുകയുമുണ്ടായി. അപ്പോൾ എന്താണ് അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ പറയുന്നത്? അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അനീതിയുടെ ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിശദമായിട്ട് പരിചയപ്പെടാം. രാമേശ്വരത്തെ ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ലക്ഷ്മണ ശാസ്ത്രിയും അതുപോലെ അബ്ദുൽ കലാമിൻ്റെ പിതാവും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്നത് തെറ്റാണെന്നാണ് അവർ വിശ്വസിച്ചത്. ഒരു ദിവസം അധ്യാപകൻ കലാമിനെ മതത്തിൻ്റെ പേരിൽ പിന്നിലെ ബെഞ്ചിലേക്ക് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി അതിനെ ശക്തമായി എതിർത്തു. അദ്ദേഹം അധ്യാപകനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ മതവിദ്വേഷം വളർത്തരുതെന്നും എല്ലാവരോടും ഒരുപോലെ പെരുമാറണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. തുടർന്ന് അധ്യാപകൻ തൻ്റെ തെറ്റ് സമ്മതിച്ച് ക്ഷമ ചോദിക്കുകയും അദ്ദേഹം മാറാൻ തയ്യാറാവുകയും ചെയ്തു. ഇവിടെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വ്യക്തികളുണ്ട്. അധ്യാപകൻ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള വിദ്വേഷം മനസ്സിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മറിച്ച് ഇവിടെ നോക്കുമ്പോൾ ലക്ഷ്മണസ്വാമി അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മതപരമായിട്ടുള്ള യാതൊരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ മകനെയും അതുപോലെ മുസ്ലിം വിദ്യാർത്ഥിനിയായിട്ടുള്ള അബ്ദുൽ കലാമിനെയും ഒരുപോലെ ഒരേ സ്ഥലത്തിരുന്ന് പഠിപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അന്നത്തെ കാലത്ത് സമൂഹത്തിൽ അനീതി, അനാചാരങ്ങൾ അല്ലെങ്കിൽ അസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും എന്താണ് അനീതി എന്നാണ് പറയുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പരിചയപ്പെട്ടല്ലോ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക്, എല്ലാവർക്കും ഇല്ല, ചില വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. അവർ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വേർതിരിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് പറയുന്നത്. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ സമൂഹത്തിലെ ചില വിഭാഗങ്ങളെ മാത്രം
അവർ ജനിച്ചിട്ടുള്ള ജാതിയുടെയോ മതത്തിൻ്റെയോ അതുപോലെ തന്നെ വർഗത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അവർക്ക് കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും തൊഴിലിലും വിദ്യാഭ്യാസത്തിലും അവസരം നിഷേധിക്കപ്പെട്ടു. അവസരമുണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കി. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അതായത് കഴിവുകളുണ്ടായിട്ടും പല വ്യക്തികളെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കുതിച്ചുയരാനായിട്ട് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ എന്താണ് സാമൂഹിക അനീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അടിയിലൊരു ചോദ്യമുണ്ട്, അരിക്, വശം, പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. എന്തെല്ലാം അർത്ഥത്തിലാണ് ഈ വാക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ പലപ്പോഴും കേട്ടുവരുന്ന വാക്കുകളാണ് അരിക്, വശം, പാർശ്വം. ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ എഴുതാം? ഒരു വശത്തേക്കാക്കുക എന്നെഴുതാം, ഒഴിവാക്കുക, മാറ്റി നിർത്തുക, പരിഗണിക്കാതിരിക്കുക. എന്തൊക്കെയാണ്? ഒരു വശത്തേക്കാക്കുക, ഒഴിവാക്കുക, മാറ്റി നിർത്തുക, പരിഗണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് അനീതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അടിയിൽ നോക്കൂ, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുകയാണ്. അവർക്ക് തുല്യ പരിഗണന നൽകുന്നില്ല, അവരെ മാറ്റി നിർത്തുകയാണ്. ഈ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നത്. സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. എന്തൊക്കെയാണ്? പലായനം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പല കാരണങ്ങൾ ആളുകൾ പലായനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 1947 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പലായനം നടന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അവിടെ സമൂഹത്തിലെ മറ്റു ജനങ്ങൾക്ക് ലഭിക്കുന്ന തുല്യ പരിഗണന പലായനം ചെയ്ത് എത്തിയിട്ടുള്ള വ്യക്തികൾക്ക് ലഭിക്കണം എന്നില്ല. രണ്ടാമത്തെ ചിത്രം എന്താണ്? പ്രകൃതിക്ഷോഭത്തിന് ഉദാഹരണമാണ്. അടുത്തതായി നോക്കുമ്പോൾ പിന്നെ എന്തൊക്കെ കാണാം? മണ്ണിടിച്ചൽ, കടൽക്ഷോഭം, പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ? അടിയിൽ ചോദ്യമുണ്ട്, ചിത്രങ്ങൾ നിരീക്ഷിച്ചില്ലേ? ഈ ചിത്രങ്ങളിൽ കാണുന്ന അവസ്ഥകൾ എന്തെല്ലാമാണ്? പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, യുദ്ധത്തിൻ്റെ ഫലമായുണ്ടാകുന്ന പലായനം, മണ്ണിടിച്ചൽ, കടൽക്ഷോഭം, ഇത്രയൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായുണ്ടാകുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ടതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ മൂലമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ മൂലമോ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് അരികുവൽക്കരണം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ മൂലമോ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകൾ ആർക്കെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുകയാണ്? അരികുവൽക്കരിക്കപ്പെടുകയാണ്. ഇനി പ്രകൃതി ദുരന്തങ്ങൾക്കും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്കും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായവ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളും. യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുമാണ്. അപ്പോൾ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം തുടങ്ങിയവ പ്രകൃതി ദുരന്തങ്ങളും, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുമാണ്. ഇതൊക്കെ കാരണമാണ് അരികുവൽക്കരണം സംഭവിക്കുന്നത്.
അപ്പോൾ എന്താണ് അരികുവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകൾ, നമുക്ക് സ്വന്തമായിട്ടുള്ള വസ്തുവകകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെ അരികുവൽക്കരണം എന്ന് പറയുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. ഇനി ജാതി, മത, വർഗ, ഗോത്ര വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇതും എന്തിനു ഉദാഹരണമാണ്? അരികുവൽക്കരണത്തിന് ഉദാഹരണമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അതായത് നമ്മളിവിടെ 3 കാരണങ്ങളാണ് പറയുന്നത്, അരികുവൽക്കരണം സംഭവിക്കാനുള്ള 3 കാരണങ്ങൾ. ആദ്യത്തെ കാരണമാണ് പ്രകൃതി ദുരന്തങ്ങൾ, രണ്ടാമത്തെ കാരണം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമനുസരിച്ച് ചില ആൾക്കാരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു. അവർക്ക് അരികുവൽക്കരണം നേരിടേണ്ടി വരുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നു. ഇങ്ങനെയുള്ള വിഭാഗങ്ങളും അരികുവൽക്കരിക്കപ്പെടുന്നു. അടുത്തതായിട്ട് ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ദളിതർ, ഗോത്രവിഭാഗങ്ങൾ, ന്യൂനപക്ഷം, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിനുദാഹരണങ്ങളാണ്. അടുത്ത പേജിലായിട്ട് ഒരു ന്യൂസ് ഉണ്ട്, നോക്കിയാലോ. ഓരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. തിരുവനന്തപുരം ഓരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈയും പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയിരുന്നതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിൽ തീ വെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്നവർ നിഷേധിച്ചിരുന്നത്. അതായത് സമൂഹത്തിൽ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ നിഷേധിച്ചിരുന്നു അന്നത്തെ കാലത്ത്. ഇത് വകവയ്ക്കാതെയാണ് അയ്യങ്കാളി പഞ്ചമിയെ കൊണ്ട് സ്കൂളിൽ ഇരുത്തുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ജന്മികൾ സ്കൂൾ കത്തിക്കുകയാണ്. സ്കൂളിൽ ബാക്കിയുണ്ടായിരുന്ന അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട് എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യാവസരങ്ങൾ ലഭിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അയ്യങ്കാളി കണ്ടിരുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ്. അപ്പോൾ ദളിതരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് നിഷേധിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശം പോലും അവർക്കുണ്ടായിരുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ സാമൂഹിക ലംഘനമാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല വ്യക്തികളുടെയും നിലപാടാണ്. അപ്പോൾ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരേ ഒരു ഉപാധിയായി ഇവർ കണ്ടത് എന്താണ്? വിദ്യാഭ്യാസത്തെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നായകരും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി ആധുനികവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറ,
അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കൈ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിനുദാഹരണമാണ്. ഇവരോരോരുത്തരെയും കുറിച്ച് വിശദമായി പരിചയപ്പെടാം. ശ്രീനാരായണ ഗുരു 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. കേരളത്തിലെ മഹാനായ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. SNDP യോഗത്തിൻ്റെ പ്രചോദനമായി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. വിദ്യാഭ്യാസത്തിനും സാമൂഹിക സേവനത്തിനും പ്രാധാന്യം നൽകി. പള്ളികളോടൊപ്പം സ്കൂളുകൾ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. CAI സഭയുടെ സ്ഥാപകരിൽ ഒരാളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ. 1809 അയ്യ വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. 1851 അദ്ദേഹം മരണമടയുന്നത്. ജാതി വ്യവസ്ഥയ്ക്കും സാമൂഹിക അനീതികൾക്കുമെതിരെ അദ്ദേഹം പോരാടി. സമത്വവും സാഹോദര്യം പ്രചരിപ്പിച്ചു. അയ്യ വഴി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ശ്രീ വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പരിചയപ്പെടാം. 1853 അദ്ദേഹം ജനിക്കുന്നത്. 1924 അദ്ദേഹം മരണപ്പെട്ടു. സാമൂഹിക സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ജാതി വ്യവസ്ഥയെ വിമർശിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്ത സാമൂഹിക പരിഷ്കർത്താവായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പരിചയപ്പെടാം. 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പ്രധാന നേതാവാണ് അദ്ദേഹം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിച്ചു. അൽ ഇസ്ലാം മാസിക ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ നേതാവാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തതായി പൊയ്കൈ യോഹന്നാനെ കുറിച്ച് പരിചയപ്പെടാം. 1879 പൊയ്കൈ യോഹന്നാൻ ജനിക്കുന്നത്. ദളിത് ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം പ്രവർത്തിച്ചു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS സ്ഥാപിച്ചു. സാമൂഹിക സമത്വത്തിന് വേണ്ടി പോരാടി. അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. 1885 പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. കവി, സാമൂഹിക പരിഷ്കർത്താവുമാണ് അദ്ദേഹം കവിയുമാണ്, സാമൂഹിക പരിഷ്കർത്താവുമാണ്. ജാതി വിവേചനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അവസാനമായി ദാക്ഷായണി വേലായുധനെ കുറിച്ച് പരിചയപ്പെടാം. 1912 ദാക്ഷായണി വേലായുധൻ ജനിച്ചത്. 1978 അവർ മരണമടയുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടനാ നിയമസഭയിലെ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. സാമൂഹിക നീതിക്കും സ്ത്രീ ദളിത് അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവുമാണ് അദ്ദേഹം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് അരികുവൽക്കരണം എന്ന് പഠിച്ചു. അരികുവൽക്കരണം നേരിട്ടിരുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് പഠിച്ചു. അതിനുള്ള സാഹചര്യങ്ങൾ പഠിച്ചു. അവസാനമായിട്ട് കേരളത്തിലെ ചില സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് പഠിച്ചു. ആരൊക്കെയായിരുന്നു? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കൈ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.